ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതുമുഖങ്ങളും പരിചയസമ്പന്നരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് പട്ടികയിലുള്ളത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് പട്ടിക പുറത്തുവിട്ടത്. ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ എംഎൽഎമാർ തയ്യാറെന്നും പാർലമെന്റിൽ എൽഡിഎഫിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമെന്നും കോടിയേരി. ജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പരിചയസമ്പന്നർ, സ്ത്രീകൾ, ജനപ്രതിനിധികൾ, സിറ്റിംഗ് എംപിമാർ, ഒപ്പം പുതുമുഖങ്ങൾ. തികച്ചും സമീകൃതമായ ഒരു പാനലാണ് 16 സ്ഥാനാർത്ഥി ലോക്സഭാ സീറ്റുകളിലേക്ക് CPIM ഇന്ന് പുറത്തുവിട്ടത്. 20 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ LDF ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDFിന്റെ പാനൽ വൻ വിജയം നേടുമെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാനൽ പുറത്തുവിട്ടതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. 2004 കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ജയിച്ചിരുന്നില്ല. ആ 2004 കേന്ദ്രത്തിൽ BJPയെ താഴത്തിറക്കി ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിന് 18 സീറ്റ് കേരളത്തിൽ ലഭിച്ച സാഹചര്യത്തിലാണ്. ഇത്തവണയും ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ചായിരിക്കും മോദി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കുന്നത് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. മുമ്പും MLAമാർ മത്സരിക്കുന്നത് പതിവാണെന്ന് കോടിയേരി കൂട്ടിച്ചേർത്തു. ഒപ്പം P. ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരു എഡ്ജ് ഇപ്പോൾ LDFന് ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് UDFിലും NDAയിലും ഒന്നും സീറ്റ് വിഭജനം തന്നെ പ്രാഥമികമായി പൂർത്തി ആയിട്ടില്ലാത്ത ഘട്ടത്തിൽ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടികയുമായി LDF പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും അവർക്കൊരു എഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിസ്സംശയമായി പറയാൻ കഴിയും. ഈ മുൻതൂക്കം നിലനിർത്താനാണ് LDF വരും ദിവസങ്ങളിൽ ശ്രമിക്കുക. നാളെ മുതൽ LDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിക്കുകയാണ്. മുതിർന്ന എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ടുള്ള കൺവെൻഷനായിരിക്കും നടക്കുക. ശക്തമായ മത്സരത്തിന് കളമൊരുക്കിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തെക്കൻ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ പാർലമെന്ററി സംഘടനാ രംഗങ്ങളിൽ പരിചയസമ്പന്നരായവരെ തന്നെയാണ് LDF സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. ആറന്മുള MLA വീണ ജോർജാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. ലെസ്ലി തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ആണ് LDF അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ മേഖലയിൽ 4 മണ്ഡലങ്ങളിലായി 4 സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ LDF പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും കൂടിയായ C. ദിവാകരനെയാണ് LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 3 തവണ MLA സ്ഥാനത്തിരുന്ന അദ്ദേഹം കഴിഞ്ഞ 2 തവണ കരുനാഗപ്പള്ളിയിലായിരുന്നു MLA ആയി വിജയിച്ച് കയറിയത്. ഇത്തവണ നെടുമങ്ങാട് നിന്നും വിജയിച്ച അദ്ദേഹം കേരളത്തിന്റെ മുൻ ഭക്ഷ്യ വകുപ്പ് മന്ത്രി കൂടിയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ഏത് വെല്ലുവിളിയായിട്ടും ഞാൻ ജയിക്കും. അതെങ്ങനെയാണോ ചോദിക്കരുത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുതിർന്ന നേതാവും സംസ്ഥാന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ KM ബാലഗോപാലാണ്. മുൻ രാജ്യസഭാ MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ജനങ്ങളോട് അടുത്തിടപഴകുന്ന നേതാവ് എന്ന നിലയിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല CPIM എന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായി പ്രവർത്തിച്ച പരിചയവും കൂടുതൽ ഗുണകരമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. എന്തായാലും ശക്തമായ മറ്റൊരു മത്സരം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് LDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിലെ രാഷ്ട്രീയത്തിന്റെയും കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെയും സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസനീയമായ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു മുന്നണിയും രാഷ്ട്രീയവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് എന്നുള്ളതുകൊണ്ട് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രശസ്തനായിട്ടുള്ള സമ്പത്താണ് പഴയ ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും മാറി ആറ്റിങ്ങൽ മണ്ഡലമായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ LDFിന്റെ സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ നിറയെ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്തൂപങ്ങളും മറ്റുള്ള കാഴ്ചകളും ജനങ്ങൾക്ക് നേരിൽ കാണാവുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇത്തവണയും അദ്ദേഹം മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. ജനങ്ങൾ അർപ്പിച്ചതായിട്ടുള്ള വിശ്വാസം അത് കൃത്യമായി അത് കാത്തുസൂക്ഷിച്ച് എന്നിൽ അർപ്പിച്ച ദൗത്യം, ആ ദൗത്യം അതിർത്തി കാക്കുന്ന ഒരു സൈനികൻ്റെ, ഒരു ഭടൻ്റെ ജാഗ്രത, സൂക്ഷ്മത, കൃത്യത, നിശ്ചയദാർഢ്യം, സത്യസന്ധത, അക്കാര്യത്തിലുള്ള ആ ഒരു പ്രവർത്തന ശൈലി, അതാണ് ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എന്നെ പോരാളിയാക്കി മുന്നോട്ട് കൊണ്ടുപോയത്.
വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറെ സ്വാധീനമുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി എത്തുന്നത് ആറന്മുള MLA കൂടിയായ വീണ ജോർജാണ്. ടെലിവിഷൻ മാധ്യമരംഗത്ത് കൈരളിൽ നിന്നും ആരംഭം കുറിക്കുകയും പിന്നീട് മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്ത ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ ജോർജ് എത്തുന്നത്. ആറന്മുള വിമാനത്താവള വിഷയം വലിയ തോതിൽ ചർച്ചാ വിഷയമായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്നും മുൻ DCC പ്രസിഡന്റ് കൂടിയായ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വീണ MLA സ്ഥാനത്തെത്തുന്നത്. ഈ വീണ തന്നെ വീണ്ടും ജനങ്ങളിലേക്ക് വോട്ട് തേടി എത്തുന്നു എന്നുള്ള സവിശേഷമായ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർപ്പൻ വിജയം നേടും. അരൂർ MLA AM ആരിഫിനെ ആലപ്പുഴയിലും അടൂർ MLA ചിറ്റയം ഗോപകുമാറിനെ മാവേലിക്കരയിലും LDF കളത്തിലിറക്കുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി VN വാസവനെയാണ് കോട്ടയം പിടിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ VN വാസവൻ 2015 മുതൽ കോട്ടയം ജില്ലയിലെ CPMന്റെ അമരക്കാരനാണ്. 2006 കോട്ടയത്ത് നിന്ന് നിയമസഭാംഗമായതോടെ അക്ഷര നഗരത്തിന്റെ വികസന സ്വപ്നങ്ങളെ ഇഴചേർത്ത ഒരു ജനകീയ നേതാവാകാൻ VN വാസവന് കഴിഞ്ഞു. അങ്ങനെ പൊതുരംഗത്തെ തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യ മേഖലയിലും സജീവ സാന്നിധ്യമാണ് VN വാസവന്റേത്. ഈ ജനകീയത കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടായി മാറും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. 100% ആത്മവിശ്വാസവും വിജയസാധ്യതയും ഉറപ്പാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അരൂർ MLA അഡ്വക്കേറ്റ് AM ആരിഫിനെയാണ് പടക്കളത്തിലിറക്കാൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ ഇക്കുറി പോരാട്ടം തീവാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെയാണ് AM ആരിഫ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മാത്രവുമല്ല 2006 കന്യാംഗത്തിൽ സാക്ഷാൽ KR ഗൗരിയമ്മയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ യുവ പോരാളി ശ്രദ്ധേയനാകുന്നത്. മാത്രവുമല്ല ആര് മത്സരിച്ചാലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് AM ആരിഫ്. അവർ തീർച്ചയായും എൻ്റെ പ്രവർത്തനവും LDFന്റെ ശരിയായ രാഷ്ട്രീയവും ഒക്കെ വിലയിരുത്തി അവർ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. മാവേലിക്കര ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇക്കുറി ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത് അടൂർ MLA ആയ ചിറ്റയം ഗോപകുമാറിനെയാണ്. CPI സംസ്ഥാന കൗൺസിൽ അംഗമായ ചിറ്റയം 2011 അടൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ അതിശക്തനായിരുന്ന പന്തളം സുധാകരനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചരിത്ര വിജയം നേടിയത്. പിന്നീട് 2016 മികച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാനായി അദ്ദേഹത്തിന്റെ ജനകീയത കണക്കിലെടുത്തുകൊണ്ടാണ് ചിറ്റയം ഗോപകുമാറിനെ മാവേലിക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചത്. മധ്യകേരളത്തിലെ പ്രധാന കേന്ദ്രമായ എറണാകുളം മണ്ഡലം P രാജീവിനെ രംഗത്തിറക്കി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം. മുൻപ് രാജ്യസഭാംഗമായിരുന്നപ്പോൾ മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയ P രാജീവ് സ്ഥാനാർത്ഥിയായതോടെ പ്രവർത്തകരും ആവേശത്തിലാണ്. ഇടുക്കിയിലും ചാലക്കുടിയിലും സിറ്റിംഗ് MPമാരായ ജോയ്സ് ജോർജും ഇന്നസെന്റും മത്സരിക്കുമ്പോൾ തൃശൂരിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ LDF ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് രാജാജി മാത്യു തോമസിനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവർക്ക് പറയാനുള്ളതും. കൊച്ചിയിൽ നിന്നും സിബി തയ്യാറാക്കിയ റിപ്പോർട്ട്. മധ്യകേരളത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ്. എറണാകുളം മണ്ഡലത്തിലാണ് ഏറ്റവും പ്രത്യേകത. പ്രത്യേകിച്ച് P രാജീവ് ആണ് ഇത്തവണ എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥി. മികച്ച പാർലമെന്ററി എന്ന നിലയിൽ അദ്ദേഹം മുൻപ് രാജ്യസഭാ MP ആയിരുന്നപ്പോൾ പ്രവർത്തനം കാഴ്ചവെക്കുകയും അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് എത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ അന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എറണാകുളം മണ്ഡലം UDF നിന്നും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് P രാജീവിനെ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ജില്ലയിലാകെയും വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം MP എന്ന നിലയിൽ ഒരിക്കൽ രാജ്യസഭയിലേക്ക് പോകാൻ പാർട്ടി നിശ്ചയിച്ച സന്ദർഭത്തിൽ അന്ന് ലഭിച്ച അവസരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ ഈ സമൂഹത്തിൻ്റെ മുൻപിലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം വോട്ടർമാർ, എറണാകുളം മണ്ഡലത്തിനകത്തെ ജനങ്ങൾ അവരെല്ലാം വിലയിരുത്തിക്കൊണ്ട് യുക്തമായ തീരുമാനം അവർ എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചാലക്കുടിയിൽ വീണ്ടും ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് നിലവിലെ MP തന്നെയായ ഇന്നസെന്റിനെയാണ്. കഴിഞ്ഞ തവണ ഒരു നടൻ എന്ന നിലയിലാണ് ഇന്നസെന്റ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. ഞാനൊരു 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി നമ്മൾ ചെയ്തത്. ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച ജോയ്സ് ജോർജ് MP തന്നെയാണ് ഇത്തവണയും LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച വേണം എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ മുദ്രാവാക്യവുമായാണ് അദ്ദേഹം വീണ്ടും രംഗത്തിറങ്ങുന്നത്.
എല്ലാ ആളുകളും അഭിപ്രായ വ്യത്യാസം മറന്ന് ഒന്നിച്ചു നിന്നുകൊണ്ട് നന്നായി പ്രവർത്തിക്കുമ്പോൾ ഇടുക്കി അതിന്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകും. അതിന് കൈത്താങ്ങായി സംസ്ഥാന ഗവൺമെന്റ് കൂടെയുണ്ട് എന്നുള്ളത് ഓരോ ഇടുക്കിക്കാരനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള പ്രത്യാശയും ആശ്വാസവും തന്നെ. തൃശൂരിൽ CN ജയദേവന് പകരം ഇത്തവണ രാജാജി മാത്യു തോമസിനെ രംഗത്തിറങ്ങി ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ലക്ഷ്യമാണ് ഇടതുപക്ഷത്തിനുള്ളത്. തൃശൂരിൽ ഏറ്റവും LDFന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അത് ഈ വിജയം ആവർത്തിക്കാൻ കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പുള്ളത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ടുള്ള പ്രചരണത്തിൽ വളരെ നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രചരണം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പ്രതിയോഗികൾ ആരാണെന്നുള്ളത് ഇതിനകം വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു പടി നമ്മൾ മുന്നിലാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലും കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും എല്ലാം തന്നെയും അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മധ്യകേരളത്തിലും ജനവിധി തേടുക. സീറ്റുകളുടെ എണ്ണത്തിൽ UDFന് മുൻതൂക്കമുള്ള മലബാറിന്റെ തെക്കൻ മേഖലയിൽ യുവത്വത്തിനും പരിചയസമ്പന്നതയ്ക്കുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കിയിരിക്കുന്നത്. വയനാട്ടിൽ CPIയുടെ PP സുനീറും മലപ്പുറത്ത് SFI നേതാവ് VP സാനുവുമാണ് സ്ഥാനാർത്ഥികൾ. പൊന്നാനിയിൽ നിലമ്പൂർ MLA PV അൻവറിനെ ജനവിധി തേടുമ്പോൾ പാലക്കാടും ആലത്തൂരും സിറ്റിംഗ് MPമാരായ MB രാജേഷും PK ബിജുവും മൂന്നാം അംഗത്തിനിറങ്ങുകയാണ്. സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. UDFന്റെ ശക്തമായ മണ്ഡലമെന്നറിയപ്പെടുന്ന മലപ്പുറത്ത് യുവത്വത്തിന്റെ ചുറുചുറുക്കാണ് LDF പരീക്ഷിക്കുന്നത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റായ VP സാനുവിനെയാണ് മലപ്പുറം മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി LDF അവതരിപ്പിച്ചിരിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരാൻ VP സാനുവിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജില്ല ഏറ്റവും പിറകോട്ട് നിൽക്കുന്ന ജില്ലകളുടെ ഒന്നാമത് എന്നുള്ള നിലയിലാണ് എണ്ണി തുടങ്ങുന്നത്. അതിന് കാരണം ഇവിടുന്ന് വിജയിച്ചു പോയി ഈ മണ്ഡലത്തിന്, ഈ ജില്ലക്ക് ഒന്നും ചെയ്യാൻ തയ്യാറാവാത്തവരാണ് എന്നതും കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. വയനാട് മുതൽ ആലത്തൂർ വരെയുള്ള മലബാറിന്റെ തെക്കൻ മേഖലയിൽ സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ UDFനാണ് മേധാവിത്വം. ആകെയുള്ള 5 സീറ്റിൽ 3 സീറ്റ് UDFന്റേതാണ്. അതോടൊപ്പം 2 സീറ്റ് LDFന്റേതാണ്. ഈ മേഖലയിൽ ശക്തമായ ഒരു മത്സരത്തിനാണ് LDF നിലവിൽ കളമൊരുക്കിയിരിക്കുന്നത്. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും LDFന്റെ മലപ്പുറം ജില്ലാ കൺവീനറുമായ PP സുനീറിനെയാണ് LDF മത്സരരംഗത്തിറക്കിയിരിക്കുന്നത്. തീർച്ചയായും പാർട്ടി ചുമതല ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കഴിയും. വയനാട് സീറ്റ് വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശക്തമായ കോട്ടയായ പാലക്കാട് നിലനിർത്താൻ ഇടതുപക്ഷം സിറ്റിംഗ് MPയായ MB രാജേഷിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ MB രാജേഷ് നിലവിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർലമെന്റേറിയൻ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാഴ്ചവെച്ചത്. എണ്ണി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അതാത് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പൊന്നാനിയിൽ ഒരു സിറ്റിംഗ് MLAയിലൂടെ മാറ്റം കൊണ്ടുവരാനാണ് LDF ശ്രമിക്കുന്നത്. നിലമ്പൂർ MLA ആയ PV അൻവറിനെയാണ് പൊന്നാനിയിൽ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നത്. അല്ലെ, ഫലത്തിനെന്താ സംശയം? എനിക്ക് ആ ചോദ്യം പോലും അതെന്താ പറയാ അപ്രസക്തമാണെന്ന് തോന്നുന്നത്. കാരണം ഇത്രമാത്രം രാഷ്ട്രീയ സാമൂഹ്യ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധിയല്ല, ഇത്രമാത്രം വികസന മുരടിപ്പ് ഉള്ളൊരു പ്രദേശത്ത് ഇന്ന് യുവത എന്ന് പറഞ്ഞാൽ 5 വർഷം മുമ്പത്തെ യുവതയല്ല. 5 വർഷം മുമ്പ് ഈ കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയില്ല. ആലത്തൂരിലും സിറ്റിംഗ് MPയായ PK ബിജു തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. PK ബിജുവിനും ഇത് മൂന്നാം അംഗമാണ്. ഈ മണ്ഡലത്തിലെ ജനതയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി 2000 കോടിയുടെ പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷമായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിവിധ മേഖലയിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ളത്. വയനാട് മുതൽ ആലത്തൂർ വരെയുള്ള 5 മണ്ഡലങ്ങളിലെ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ യുവത്വത്തിനും അതോടൊപ്പം തന്നെ പരിചയ സമ്പന്നതയ്ക്കും ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനെ കാസർഗോഡും കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ വടകരയിലും സ്ഥാനാർത്ഥികളാക്കിയാണ് CPIM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കണ്ണൂർ സിറ്റിംഗ് MP PK ശ്രീമതി ടീച്ചർ തന്നെയാണ് ഇത്തവണയും കളം പിടിക്കാൻ ഇറങ്ങുന്നത്. അതേസമയം സിറ്റിംഗ് MLA A പ്രദീപ് കുമാറാണ് കോഴിക്കോട് ജനവിധി തേടുന്നത്. ജോഷ്ല തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് KP സതീഷ് ചന്ദ്രനെയാണ്. CPIM സംസ്ഥാന സമിതി അംഗം കൂടിയാണ് സതീഷ് ചന്ദ്രൻ. മാത്രമല്ല തൃക്കരിപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2 തവണ MLA ആയ ആൾ കൂടിയാണ് സതീഷ് ചന്ദ്രൻ. SFI, DYFI സംഘടനകളിൽ ജില്ലാ സംസ്ഥാന ഭാരവാഹിയായും കേന്ദ്ര സമിതികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി 3 തവണ
പ്രവർത്തിച്ചയാൾ കൂടിയാണ് KP സതീഷ് ചന്ദ്രൻ. കണ്ണൂർ ലോക്സഭാ മണ്ഡലം നിലനിർത്താനായി ഇത്തവണയും ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് PK ശ്രീമതി ടീച്ചറെയാണ്. കഴിഞ്ഞ 2 തവണയും പാർലമെന്റ് മണ്ഡലത്തെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തിയത് PK ശ്രീമതി ടീച്ചർ തന്നെയായിരുന്നു. മാത്രമല്ല മത്സരിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ വിജയക്കൊടി പ്രാപിച്ചു എന്ന ചരിത്രം കൂടിയുണ്ട് PK ശ്രീമതി ടീച്ചർക്ക്. ആരോഗ്യമന്ത്രിയായി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നേതാവ് കൂടിയാണ്. യുവജന മഹിളാ സംഘടനകളിലും അതുപോലെ തന്നെ അധ്യാപക സംഘടനകളിലും അടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് PK ശ്രീമതി ടീച്ചർ ഇത്തവണയും മത്സരക്കളരിയിൽ ഇറങ്ങുന്നത്. വടകര മണ്ഡലം പിടിച്ചെടുക്കാൻ ഇടതുമുന്നണി ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ P. ജയരാജനെയാണ്. നേരത്തെ RSSന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര കൂടിയായിരുന്നു P. ജയരാജൻ. കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 3 തവണയാണ് MLA ആയി നിയമസഭയിലെത്തിയത്. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു 1999 തിരുവോണ നാളിൽ RSS അദ്ദേഹത്തെ വെട്ടിനുറുക്കിയത്. എന്നിട്ട് പോലും ജീവൻ തിരിച്ചുപിടിച്ച് ഇപ്പോഴും അടർക്കളത്തിൽ പോരാളിയായി നിലനിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് P. ജയരാജൻ. P. ജയരാജനെയാണ് ഇത്തവണ വടകര മണ്ഡലം പിടിച്ചെടുക്കാനായി ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. CPIM സംസ്ഥാന സമിതി അംഗം കൂടിയായ A. പ്രദീപ് കുമാർ MLA ആണ് ഇത്തവണ കോഴിക്കോട് പിടിച്ചെടുക്കാനായി ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം MLA കൂടിയാണ്, നോർത്ത് MLA കൂടിയാണ്, കോഴിക്കോട് മണ്ഡലം നോർത്ത് MLA കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ MP-യുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയം ഇവയൊക്കെ ചർച്ചയാകുമ്പോൾ ജനങ്ങൾ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തുമെന്നും അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ഇടതുമുന്നണിക്ക് ജയം സാധ്യമാകുമെന്നുമാണ് മാധ്യമപ്രവർത്തകരോട് ഇടതു സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ A. പ്രദീപ് കുമാർ MLA പ്രതികരിച്ചത്. വികസനം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും കോഴിക്കോട് എന്തായാലും, കാരണം അത് ഡിബേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വികസനം കഴിഞ്ഞ 10 വർഷമായിട്ട് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വികസനം എത്തി നോക്കിയില്ല എന്നുള്ള അനുഭവങ്ങളുള്ളപ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഈ ഇലക്ഷനിലെ മുഖ്യമായ ചർച്ച രാഷ്ട്രീയം തന്നെയാണ്. കോഴിക്കോട് ചേർന്ന ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലൂടെ ഇന്ന് 3-ാം സീറ്റ് എന്ന തങ്ങളുടെ ആവശ്യം പിൻവലിച്ചുകൊണ്ട് ലീഗ് കോൺഗ്രസ് ഒത്തുതീർപ്പിന് ഇന്ന് കോഴിക്കോട് വേദിയായി. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇന്ന് സ്ഥാനാർത്ഥി നിർണയവും ലീഗ് നേതാക്കൾ നടത്തിയത്. ലീഗിന്റെ മലപ്പുറം സ്ഥാനാർത്ഥിയായി ലീഗ് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതേസമയം പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ മത്സരിക്കും എന്നും ലീഗ് തീരുമാനിച്ചു. അയോധ്യ വിധിയിൽ സുപ്രീം കോടതിയെ വിമർശിച്ച് RSS ഹിന്ദു വികാരത്തിന് സുപ്രീം കോടതി മുൻഗണന നൽകിയില്ല. കേസ് വേഗത്തിലാക്കുന്നതിനു പകരം സുപ്രീം കോടതി എടുത്ത തീരുമാനം അത്ഭുതപ്പെടുത്തിയെന്നും RSS പ്രതികരിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനായി എത്രയും വേഗം ഉത്തരവിടണമെന്നും RSS. അതേസമയം മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്തു. സന്തോഷ് സലിംഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയോധ്യ വിഷയം മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന സുപ്രീം കോടതിക്കെതിരെ കനത്ത വിമർശനം ഉന്നയിച്ചാണ് ഇപ്പോൾ RSS രംഗത്തെത്തിയിരിക്കുന്നത്. മതവിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തെ വിശകലനം ചെയ്യുന്ന RSS നേതൃത്വം പറയുന്നത് നിലവിലെ അയോധ്യ ഉത്തരവിൽ ഹിന്ദുമതങ്ങളുടെ വികാരത്തിന് പ്രഥമ പരിഗണന സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നൽകിയില്ല. എത്രയും വേഗം ഒരു ഉത്തരവിലൂടെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് മധ്യസ്ഥ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് അത്ഭുതപ്പെടുത്തി എന്നാണ് RSS നേതൃത്വം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. എത്രയും വേഗം ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന പ്രദേശത്തെ തടസ്സങ്ങളെല്ലാം നീക്കി അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് ഉത്തരവിടണം എന്നും RSS ആവശ്യപ്പെടുന്നുണ്ട്. RSSന്റെ ഈ നിലപാട് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഉത്തരവിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്ന മധ്യസ്ഥ ചർച്ചയെ തന്നെ തകിടം മറിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകളാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾ. അവർ ഇനി RSSന്റെ നിലപാടിനൊത്ത് ഈ മധ്യസ്ഥ ചർച്ചയോട് താല്പര്യം പ്രകടിപ്പിക്കില്ല എന്ന സംശയം തന്നെ പല കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനോട് വിയോജിപ്പ് കാണിക്കാം, ചിലപ്പോൾ ഈ ചർച്ച തന്നെ തകിടം മറിഞ്ഞേക്കാം. എന്തായാലും RSS നിലപാട് തന്നെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമായി പോയി എന്നാണ് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ ശബരിമല വിഷയത്തിലും കനത്ത വിമർശനം RSS ഉയർത്തുന്നുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ നിലനിന്ന ആചാരങ്ങളെയോ വ്യവസ്ഥയോ പോലും അംഗീകരിക്കാതെയാണ് ഉത്തരവിറക്കിയിരിക്കുന്നതെന്നാണ് RSSന്റെ പുതിയ വാദം വന്നിരിക്കുന്നത്. ഇതിനിടയിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതി പുറത്തിറക്കിയ ഉത്തരവിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. നിലവിലെ വിഷയത്തിൽ വൈകാരികമായ ഏറെ പ്രശ്നങ്ങളുള്ള വിഷയത്തിൽ പരിഹാരം കാണാൻ മധ്യസ്ഥ ചർച്ച വഴി കഴിയുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നത്.